അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് ബെസ്റ്റ് പ്രൈസാണ് 495. 4,95,000 18 മോഡൽ 19 രജിസ്ട്രേഷൻ. മേജർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ആപ്രോൺ ചേസിസ് അതേപോലെ അങ്ങനത്തെ ഭാഗങ്ങൾക്കൊക്കെ പരിക്ക് പറ്റി അത് റീവർക്ക് എടുത്താലാണ് മേജർ എന്ന് നമ്മൾ പറയാം. അല്ലാണ്ട് ഈ പാർട്ടുകൾ ഇങ്ങനെ മടങ്ങും നികരുകയും ചെയ്യുന്ന പാർട്ടുകൾ മാറിയാലൊന്നും വലിയ കുഴപ്പങ്ങളില്ല. നിങ്ങൾ എന്തായാലും എവിടുന്ന് വണ്ടി എടുത്താലും ഒരു ജനറൽ സർവീസ് ചെയ്യുന്ന നല്ലതായിരിക്കും. അലൈൻമെന്റ് കാര്യങ്ങളും അതേപോലെ തന്നെ ഓയിൽ ചേഞ്ചിങ്, ഫിൽറ്റർ ചേഞ്ചിങ് അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ നല്ലതാണ്, വണ്ടിക്ക് സേഫാണ്. അത് മാത്രമേ ചെയ്യാണ്ടാവുള്ളൂ, വേറെ ടെക്നിക്കലി വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണർ ഉണ്ട്. ഓട്ടോ എത്ര പോയി? ഓട്ടം 60 സംതിങ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ ജിതിൻ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഡ്രൈവ് വേ മോട്ടോഴ്സിൽ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ജിതിനാണ് നമ്മുടെ കൂടെ ഉള്ളത്, സെയിം പേരുകാരാണ് രണ്ടുപേരും. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂരാണ്. എലത്തൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട്, കോഴിക്കോട് കണ്ണൂർ ഹൈവേയിൽ തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ ഓപ്പോസിറ്റാണ് ലൊക്കേഷൻ വരുന്നത്, കോഴിക്കോട് എലത്തൂർ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് തുടക്കത്തിലെ പറയുന്നത് വെച്ചാൽ പലരും കോൺടാക്ട് നമ്പർ ചോദിച്ച് പിന്നെ വിളിക്കാറുണ്ട്, അതുകൊണ്ടാണ് തുടക്കത്തിലെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കൂടുതലും ഒരു 5 lakhs ബിലോ, 5 lakhിനുള്ളിൽ വണ്ടികളുള്ളൂ. ഉള്ളില്ല, അതിലെല്ലാം ഓഫർ റേറ്റ് വണ്ടികളല്ല, ബെസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് അങ്ങനെ വില കൂടാത്തൊരു ഷോറൂമാണ് ഇത്. സാധാരണക്കാർ എടുക്കാൻ പറ്റിയ നല്ലൊരു ഷോറൂമാണ് അല്ലേ. എന്തൊക്കെ ഉണ്ടെങ്കിലും കറക്റ്റ് പറഞ്ഞ് കൊടുക്കാൻ പറ്റും അല്ലേ വണ്ടികൾ. അപ്പോൾ ഇന്നത്തെ തന്നെ i20 ഇതാ, പോളോ, അമേസ്, സ്വിഫ്റ്റ് എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. i10 ഗ്രാൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരു എക്സ്ട്രയിലും എല്ലാം ഉണ്ട് അല്ലേ. ഓക്കെ, ആൾട്ടോ അങ്ങനത്തെ വണ്ടികളാണ്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടുതലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികൾ താല്പര്യമുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ. ഓക്കെ, ആദ്യ വാഹനം ഫോക്സ് വാഗൺ പോളോ ആണ്. KL 24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി അല്ലേ. അതെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2016 മോഡൽ പോളോ 1.2 കംഫർട്ട് ലൈൻ. മിഡിൽ ഓപ്ഷൻ 2016 പെട്രോൾ ആണ് അല്ലേ. പെട്രോൾ. ഓക്കെ, ഒരു 12 to 15 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നൊരു വാഹനം. ഓട്ടോ എത്ര പോയി? ഓട്ടോ 70,000 കിലോമീറ്റർ. 70,000, വലിയ ഓട്ടോ അല്ല, സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോപ്പർ സർവീസാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ക്ലീൻ പീസ് വാഹനം, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള ഒരു പോളോ ആണ്. 2016 സെക്കൻഡ് ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ വണ്ടി. അഡീഷണൽ നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. പുതിയ ടയർസാണ് തോന്നുന്നു, 4 പുതിയ ടയർസാണ്. അപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് ജസ്റ്റ് ഒരു സർവീസ് ചെയ്യുക, ഓടിക്കുക, ജനറൽ സർവീസ് ചെയ്യുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് വലിയൊരു മെയിൻ്റനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പെട്രോൾ പോളോ വലിയ മെയിൻ്റനൻസ് ഇല്ല. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? ഇത് 4,65,000 ആണ്. 4,65,000 2016 കംഫർട്ട് ലൈൻ പോളോ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള പുതിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി പെട്രോൾ പോളോ. ഒരു 4.5 വരെയൊക്കെ ലോൺ കിട്ടും. 4,500 ലോൺ കിട്ടും. 4,500 അകത്തായിട്ട് കിട്ടുള്ളൂ അല്ലേ. ഓക്കെ, എന്തായാലും മാക്സിമം ലോൺ സൗകര്യമുണ്ട്. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും. ഒരു 50,000 ഒക്കെ കണ്ടാൽ എന്തായാലും ഇറക്കാൻ പറ്റും. 4,500 വരെയൊക്കെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഒരു 10-50,000 രൂപ വേണ്ടാൽ ഈ ഒരു പെട്രോൾ പോളോ ചിലപ്പോൾ 4 കിട്ടുമല്ലോ, കിട്ടുമല്ലോ. 16 കൊണ്ട്. ഓക്കെ, എന്തായാലും 25 മുതൽ 50,000 വരെ കണ്ടാൽ ഇറക്കാം. വേറെ ഒരു വർക്കുമില്ല, ഒന്നുമില്ല, നീറ്റ് വണ്ടി. ഓക്കെ, ഒരു ABS സെൻസർ അത്യാവശ്യം. പിന്നെ നോർമലി വോക്സ്വാഗൺ പോളോ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ABS സെൻസർ മാറ്റി കൊടുക്കാം. ഹോണ്ട അമേസ് KL 11 രജിസ്ട്രേഷൻ, അമേസിന്റെ 3rd ജനറേഷൻ വാഹനം അല്ല. അതെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2018-19 രജിസ്ട്രേഷൻ. 18 മോഡലുണ്ട്, 19 രജിസ്ട്രേഷൻ ഉണ്ട്. 19 മുതൽ 15 വർഷത്തേക്കുള്ള ടാക്സ് ആണ് വണ്ടിക്ക് കണക്കാക്കുക. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് ഹോണ്ട അമേസ് V ആണ്. V ഓപ്ഷൻ ആണ് അല്ലേ. ഇതിന്റെ മുകളിൽ VX ഉണ്ടോ? VX ഉണ്ട്. ഓക്കെ, തൊട്ട് താഴെ. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, എയർ ബാഗ്സ് കാര്യങ്ങൾ, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒരു കോമ്പാക്ട് സെഡാൻ, അതായത് നിങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അല്ലേ അമേസ്. എത്ര ഓട്ടം പോയി? ഇത് 57,000 കിലോമീറ്റർ ഓടി. 57,000 സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ, V ഓപ്ഷൻ, സെക്കൻഡ് ഓണർഷിപ്പ്, അമേസ്. കമ്പനി സർവീസ് എല്ലാം ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, ക്ലെയിം ഉണ്ട്. എന്താണ് അത്? ഒരു ഡോറും ബോണറ്റും മാറിയിട്ടുണ്ട്. ഡോറും ബോണറ്റും മാത്രം. ആപ്രോണിലേക്കോ? ഇല്ല, ക്ലോസ് മെമ്പറിലേക്കോ ഒന്നുമില്ല. റേഡിയേറ്റർ ഒന്നും അടി വന്നില്ലല്ലോ. ബമ്പർ റേഡിയേറ്റർ ഒക്കെ മാറിയിട്ടുണ്ട്. ബമ്പർ റേഡിയേറ്റർ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് ബെസ്റ്റ് പ്രൈസാണ് 4,95,000.
4,95,000 18 മോഡൽ 19 രജിസ്ട്രേഷൻ. ഈ ഒരു ക്ലെയിം ഉണ്ടായിരിക്കും അല്ലേ? അതെ, ക്ലെയിം അത്ര ഡിപ്രസ് ഒരു 5,000 19 രജിസ്റ്റർ ഉണ്ടല്ലോ. ഒരു കിടിലൻ പ്രൈസ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ വി ഓപ്ഷനാണ് 19 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ, 50 സംതിങ് ഓടിയിട്ടുള്ളൂ. അതിൽ തന്നെ ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. പക്ക ക്വാളിറ്റി ആട്ടോ. മെക്കാനിക്കലൊക്കെ ക്ലെയിം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ മൈനസ്. ബാക്കിയൊക്കെ വണ്ടി നല്ല. ഈ ഇപ്പോൾ ലീക്കേജ് കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനിന്ന് വർക്ക് എടുത്താണ്. ഹിസ്റ്ററിയിൽ ലഭ്യമാവും. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്ലെയിം ഉള്ളതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. അവിടെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇവിടെ തന്നെ ഡിവിഷൻ ഉണ്ടോ അല്ലേ? വണ്ടി പക്ക കണ്ടീഷനാണ്. ഓക്കെ. ഒരു 13-16 റേഞ്ചൊക്കെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. പ്രീവിയസ് ഓണർ പറഞ്ഞ ഒരു 17 വരെയൊക്കെ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ. എന്തായാലും 4,95 ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിൽ ഒരു അടിപൊളി കോമ്പാക്ട് സെഡാൻ വാഹനം കൊണ്ടുപോകാം. താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. നല്ലൊരു റേറ്റ് ആണ്. അതെ, ഫുൾ ലോൺ അല്ല, അതിന്റെ മേലെ കിട്ടും. ഓക്കെ. i10 ഗ്രാൻഡ് KL 56 കൊയിലാണ്ടി വണ്ടി, കോഴിക്കോട് ജില്ലയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? 2019 ഗ്രാൻഡ് ആയിട്ട് 19 രജിസ്ട്രേഷൻ. മേഘ്ന മോഡലോ? മോഡൽ 18 മോഡൽ 19 രജിസ്ട്രേഷൻ മാഗ്ന. സ്റ്റാർട്ടിങ് ഓപ്ഷൻ അല്ലേ? അന്നത്തെ അന്ന് ഇറയുണ്ടോ? ഇറയുണ്ട്. ഓക്കെ. എല്ലാ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ടോപ്പിന്റെ താഴേക്ക് എയർ ബാഗ് ഒക്കെ വരും. എയർ ബാഗ് 2 എയർ ബാഗ് ഉണ്ടാവും അല്ലേ? ഓക്കെ. കിലോമീറ്റർ 47. സർവീസ് പ്രോപ്പറാ? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പീരിയോഡിക്ക് കറക്റ്റ് പോയിട്ടുണ്ടോ? കറക്റ്റ് ആണോന്ന് അറിയില്ല, ചെക്ക് ചെയ്യണം. ഓക്കെ. ടയേഴ്സ് ഒക്കെ എന്താ അവസ്ഥ? ടയേഴ്സ് ഒക്കെ നല്ല ടയറാണ്, പുതിയ 4 പുതിയ ടയർ. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് ക്ലെയിം ഉണ്ട്, ഫ്രണ്ട് ഗ്ലാസ് മാറിയുണ്ട്. ഓക്കെ. വേറെ എന്തെങ്കിലും ബോണറ്റ്? ഇല്ല, ബോണറ്റൊന്നുമില്ല, ഒന്നും കിട്ടിയില്ല. ഈ മേജർ എന്ന് പറയുമ്പോൾ തമാശ, ചിലർ കമന്റിൽ തമാശ പറയാറുണ്ട്. മേജർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ആപ്രോൺ ചേസിസ് അതേപോലെ അങ്ങനത്തെ ഭാഗങ്ങൾക്കൊക്കെ പരിക്ക് പറ്റി അത് റീവർക്ക് എടുത്തതാണ് മേജർ എന്ന് നമ്മൾ പറയാം. അല്ലാണ്ട് ഈ പാർട്ടുകൾ ഇങ്ങനെ മടങ്ങും നികരുകയും ചെയ്യുന്ന പാർട്ടുകൾ മാറിയാലൊന്നും വലിയ കുഴപ്പങ്ങളില്ല. ഇല്ല. ഓക്കെ. എത്ര പ്രൈസ് ബെനിഫിറ്റ് ഉണ്ട്? 395. 395 2019 മാഗ്നയാണ്. 395 കൊണ്ടുപോകാം. നല്ലൊരു ഫുൾ ലോൺ. ഓക്കെ. ഫുൾ ലോണിൽ 16 റേഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടി. വേറെ പണിയൊന്നുമില്ലല്ലോ ഇപ്പോൾ? ഇതാ ഒരു എലൈറ്റ് i20 KL 58 തലശ്ശേരി വണ്ടി അല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2017 സ്പോർട്സ് പെട്രോള് സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ടോപ്പിന്റെ ആശ ഓപ്ഷനിലുണ്ടോ? 2017 ഓപ്ഷനിലുണ്ട്. അതിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. അലോയ്സ് വരുമോ? വരില്ല. ഓക്കെ. പെട്രോൾ. എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണർ ഉണ്ട്. ഓട്ടം എത്ര പോയി? ഓട്ടം 60 സംതിങ് കൂടി ഉണ്ട്. 2017 സ്പോർട്സ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അതേപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം വരുന്നുണ്ടല്ലോ. ഓക്കെ. എലൈറ്റ് i20 ആണ്. പൊതുവേ മൈലേജ് കുറഞ്ഞൊരു സെഗ്മെൻ്റ് ആണ്. ഇനി CNG ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് അല്ലേ? വണ്ടി നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഒരു 11 to 14 ആ റേഞ്ചൊക്കെ, 14-15 വരെ ലോങ് അല്ല കണ്ടാൽ മതി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. നോർമൽ ഓട്ടോ കൂടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുവാണ്. 17 സ്പോർട്സ് LCD ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. 495. 495 17 സ്പോർട്സ് ഓപ്ഷൻ i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ചെറിയൊരു മാറ്റം ചെയ്യാം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കയറും. ഓക്കെ. അപ്പോൾ ഫുൾ ലോണിൽ കിട്ടില്ലൊരു i20 ഉണ്ടോ? റെഡ് വണ്ടി അതും അല്ലേ? അടുത്ത വണ്ടിയിലോട്ടോ. നല്ലൊരു അടിപൊളി സെഡാൻ വാഹനം സിയാസ് KL 11 കോഴിക്കോട് വണ്ടിയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2015 സിയാസ് ZXi ടോപ്പ് എൻഡ് പെട്രോൾ വാഹനമാണ്. 2015 മോഡലിൽ പ്ലസ് വരുന്നുണ്ടോ? അന്ന് പ്ലസ് ഇല്ല. ZXi ആണ് ഏറ്റവും ടോപ്പ് പെട്രോൾ വാഹനം. ഓട്ടം 1,30,000. 1,30,000. സർവീസ് പ്രോപ്പറാണോ? ഇതിൻ്റെ സർവീസ് ഒക്കെ പ്രോപ്പറാണ്. ഹിസ്റ്ററി ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. പെട്രോൾ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ് തോന്നുന്നു അല്ലേ? ഒരു 15-16 ഒക്കെ കിട്ടുമോ? ലോങ് കിട്ടും. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ZXi അലോയ്സും കാര്യങ്ങളൊക്കെ വരും. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് എല്ലാം ഉണ്ട് അല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം നീറ്റുള്ളൊരു വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഇതിപ്പോൾ എത്രയാണ്? ഇത് 4.5 ലക്ഷം. 4,50,000 രൂപ. 15 ZXi സിയാസ് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ. 4 lakh ലോണ് ഏകദേശം ഒരു 4 ലക്ഷം. ഓക്കെ. ഇതിപ്പോൾ സർവീസ് ചെയ്ത് വെച്ചേക്കാണോ അതോ? സർവീസ്
ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ കൺസീലാണ്. ഓക്കെ, നിങ്ങൾ എന്തായാലും എവിടുന്ന് വണ്ടി എടുത്താലും ഒരു ജനറൽ സർവീസ് ചെയ്യുന്ന നല്ലതായിരിക്കും. അലൈൻമെന്റ് കാര്യങ്ങളും അതേപോലെ തന്നെ ഓയിൽ ചേഞ്ചിങ്, ഫിൽറ്റർ ചേഞ്ചിങ് അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ നല്ലതാണ്, വണ്ടിക്ക് സേഫ് ആണ്. അത് മാത്രമേ ചെയ്യാണ്ടാവുള്ളൂ, വേറെ ടെക്നിക്കലി വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. ചെറിയ എമൗണ്ടിൽ വരുന്ന കാര്യങ്ങളാണ്, അത് ചെയ്യാൻ മിസ്സായി പോയാൽ വണ്ടിക്ക് വൻ പണികൾ വരും. പെട്രോൾ വണ്ടി എന്തായാലും ഓയിൽ ഫിൽറ്റർ മാറാൻ പുറത്തും ചെയ്യുകയാണെങ്കിൽ 2000-3000 മാക്സിമം അത്രയും കണ്ടാൽ മതി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു സ്വിഫ്റ്റ് വന്നു, KL 23 രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ? ഇത് 2017 സ്വിഫ്റ്റ് VXi പെട്രോൾ. 17 VXi മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്ന വാഹനം അല്ലേ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 47,000 ലോ കിലോമീറ്റർ ആണ് 17 സംബന്ധിച്ച്. ടയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ്, 4. ഓക്കെ, കുഴപ്പമില്ലാത്ത 4 ടയേഴ്സ് ഉണ്ട് അല്ലേ. ഒരു 70 above ഉണ്ട്. അതെ, സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല, നീറ്റ് വണ്ടി അല്ല. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 4,80,000. 4,80,000 ചോദ്യമാണ്. അതെ, ചോദ്യം. ഓക്കെ, 4,80,000 2017 VXi 47,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4 lakh ലോൺ കിട്ടും. 4 lakh ലോൺ. ഇത് പാർക്കിംഗ് സെയിലാണ്. പാർക്കിംഗ് സെയിലാണ്. ഓക്കെ, വില നമുക്കൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ കസ്റ്റമറായിട്ട് ഒന്നും കൂടി സംസാരിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. ആൾട്ടോ ആണ്, KL 10 രജിസ്ട്രേഷൻ, ആൾട്ടോ 800. എങ്ങനെയാണ് കാര്യങ്ങൾ? 2016 ഓൾട്ടോ 800 LXi. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് അല്ല, തേർഡ് ഓണർഷിപ്പാണ്. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഓട്ടോ 70,000. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളുണ്ടോ? ഒരു ഡോർ റീപ്ലേസ്മെന്റ്. ഇത് മാറിയിട്ടുണ്ട്. റൈറ്റ് സൈഡാ? ഓക്കെ, ഒരു ഡോർ റീപ്ലേസ്. ഓക്കെ. റീപ്ലേസ്മെന്റ് കമ്പനി ചെയ്തതാ? കമ്പനി. ഓക്കെ, ഒരു 16-18 റേഞ്ച് മൈലേജ് കിട്ടും. 18 അതിൻ്റെ മുകളിൽ മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. ചെറിയൊരു ഫാമിലി സെഗ്മെന്റിന് പറ്റിയൊരു അടിപൊളി വണ്ടി അല്ല. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് ആയില്ല. തേർഡ് ഓണർഷിപ്പാണ്. ലോണ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ലോണൊക്കെ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 2,25. 2016 2,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു ആൾട്ടോ 800. ഒരു ഡോറ് റീപ്ലേസ്മെന്റ് കമ്പനി തന്നെയാണ്. ലോൺ എത്ര കിട്ടും? 1.25 കിട്ടും. ലോണ് 1.5 വരെ കിട്ടോ? 2 വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ 25,000 രൂപ വേണ്ട ഇറക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തൊരു ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി. നല്ല അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടയേഴ്സും അടിപൊളിയാണ്. 4 അടിപൊളി പുതിയ ടയേഴ്സ് ആണല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ്, സെക്കൻഡ് ഓണർ. ഓക്കെ, ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7,000. ഓക്കെ, പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് പോയിട്ടുണ്ടോ? അതെ. ഓക്കെ, 16 മോഡൽ സ്പോർട്സ് ആണ്. ടോപ്പിൻ്റെ ആസ്റ്റയ്ക്ക് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്സ് വരുന്നില്ലായിരുന്നു, പക്ഷേ അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എല്ലാം വരുന്നുണ്ട് അല്ലേ. ബാക്ക് വൈപ്പർ, വൈപ്പർ വരില്ല. ഡിഫോഗർ ഉണ്ടോ? ഡിഫോഗർ ലൈൻ ഉണ്ട്. ഓക്കെ, ബാക്കി സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരും. എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് അല്ലേ? ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് 3,65. 2016 സ്പോർട്സ് 3,65,000. വേറെ ഒന്നും ചെയ്യാനില്ല, പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സർവീസ് ഇപ്പോൾ അടുത്താണ് ചെയ്തത് അല്ലെങ്കിൽ സർവീസ് റീസെൻ്റ് ചെയ്തതാണ്? അപ്പോൾ സർവീസും ചെയ്യാനില്ല അല്ല. ഓക്കെ, അത് കറക്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക എത്ര കിലോമീറ്ററിലാവുന്നു, എന്നിട്ട് അതിനനുസരിച്ചുള്ള കിലോമീറ്റർ ചെയ്യണം. വിട്ടുപോയാൽ വണ്ടിക്ക് പണി വരും. ഓക്കെ, അപ്പോൾ 3,65,000. 3,65,000. ഒരു 3 lakh ലോൺ കിട്ടും. വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? ഓക്കെ, നല്ലൊരു i10 ഗ്രാൻഡ്. അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനം KL 56 രജിസ്ട്രേഷനുള്ള നിസാൻ്റെ എക്സ്ട്രയിലാണ്. ഇറങ്ങുമ്പോൾ ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാണ് അല്ലേ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2011 ഒറിജിനൽ കേരള. ഓക്കെ, 2011 അല്ല. അതെ. ഓക്കെ, 2011 നിസാൻ എക്സ്ട്രയിൽ 80 ടോപ്പിൻ്റെ വാഹനം അല്ല. ഡീസൽ മാനുവൽ 4 വീൽ ഡ്രൈവ് ഡീസൽ മാനുവൽ വണ്ടിയാണ്. ഒരു 13-15 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവും. മൈലേജ് കിട്ടും. സൺറൂഫ് കാര്യങ്ങളും 6 എയർ ബാഗും എല്ലാ ഓപ്ഷൻസും വരുന്ന വണ്ടി. 4 വീൽ ഡ്രൈവ് ആണ്. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണ് ഇപ്പോൾ? ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഡീലർ പേരിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ യൂസ്ഡ് ഒരാളാണ് ജസ്റ്റ് പേര് മാറി. കസ്റ്റമർ ഇപ്പോഴത്തെ നിയമം കാരണം ഓക്കെ തിരക്കാക്കിയിട്ട്. ഓക്കെ, വേറെ ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ,
നിസാൻ്റെ വണ്ടി ഇപ്പോൾ ഇല്ല, ഈ വണ്ടി ഇറങ്ങുന്നില്ല ഇപ്പോൾ. പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. സർവീസ് സെൻറ്റർ നിസാൻ്റെ വേറെ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. എടുക്കാൻ താല്പര്യമുണ്ട് എടുക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ സർവീസൊക്കെ കിട്ടുമെന്നുള്ള പേടിയുണ്ടാവും പലർക്കും. ഇവിടെ തന്നെ സർവീസ് സെൻറ്റർ ഉണ്ട് അല്ലേ? EVM-ൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട് ഇവിടെ തന്നെ. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമും ഇല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിൽ സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ടോ? വെന്റിലേഷൻ ഇല്ലെന്ന് തോന്നുന്നല്ലോ. സീറ്റ് വെന്റിലേഷൻ ഇല്ല, ഉണ്ടല്ലോ. ഓക്കെ 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 അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു വണ്ടിയാണ്. ഓക്കെ, അന്നത്തെ ഒരു സീറ്റ് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടി. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? 4,40,000. 4,40,000 പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കസ്റ്റമറായിട്ട് സംസാരിച്ച് നോക്കാം. ഓക്കെ, ലോൺ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല. ഓട്ടോ എത്ര പോയത്? ഓട്ടം 1,30. 1,30 മീറ്ററിൽ കാണുന്നത്? അതെ അതെ, ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതെ അതെ. ഓക്കെ, 1,30,000 ഡീസൽ 2011, ജസ്റ്റ് ഇപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പ് ആയ വാഹനം. ഏറ്റവും ടോപ്പിൻ്റെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, വണ്ടി മെക്കാനിക്കലി നല്ല കണ്ടീഷനാണ്. നല്ല കണ്ടീഷനാണ്. ലോൺ ഒരു ചാൻസും ഇല്ല അല്ലേ കിട്ടാൻ? ലോൺ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടോ അല്ലേ? ഇതിനായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റൊക്കെ നോക്കി നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വണ്ടികളെ പറ്റിയുള്ള കൂടുതൽ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അതേ നമ്പർ, അതിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക, മറന്നു വരുത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മാക്സിമം ഷെയർസ് തരിക, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താൻ ഒന്നും വിട്ടുപോരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നന്ദി. ജിതിനെ താങ്ക്സ്, ബൈ.